നെടുങ്കണ്ടം ബ്ലോക്ക് കോഓപ്പറേറ്റീവ് കോളേജിന്റെ ഈ വർഷത്തെ മാഗസിൻ പ്രകാശനം ചെയ്തു. അസേലിയ എന്ന പേരിൽ പുറത്തിറക്കിയ മാഗസിന്റെ പ്രകാശന കർമ്മം എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ മോബിൻ മോഹൻ നിർവഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് കോഓപ്പറേറ്റീവ് കോളേജിൽ തയ്യാറാക്കിയ മാഗസിന്റെ പ്രകാശനം നടന്നു. അസേലിയ എന്ന പേരിലാണ് കോളേജ് ഈ വർഷത്തെ മാഗസിൻ പുറത്തിറക്കിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാഗസിന്റെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ മോബിൻ മോഹൻ നിർവഹിച്ചു. കോളേജിലെ മുൻ പ്രിൻസിപ്പാളായ അന്തരിച്ച അജിത് കുമാറിന്റെ പത്നി പുഷ്പവല്ലിയാണ് മാഗസിൻ ഏറ്റുവാങ്ങിയത്. ലളിതമായി പറയാവുന്ന അസേലിയ ഒരു പുഷ്പത്തിന്റെ പേരാണ്. സ്വാഭാവികമായിട്ടും സൗരഭ്യമുള്ള ഒരു പുഷ്പം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ എഴുത്തിനെ, നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മൂന്നാർ മറയൂർ റോഡിൽ ഞാൻ കണ്ട ജക്കരന്ത എന്ന് പറയുന്ന പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളാണ് പിൽക്കാലത്ത് ജക്കരന്ത എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതും ഒരുപക്ഷെ സാഹിത്യ ലോകത്ത് എനിക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്നതും. റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും ഫേസ് സംഘടനയുടെ സെക്രട്ടറിയുമായ ടോം ലൂക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാഗസിന്റെ ചീഫ് എഡിറ്ററും ഭരണസമിതി അംഗവുമായ PV മധു, ഷാജി ചിത്ര, മാഗസിൻ എഡിറ്റർ നന്ദന ഷിബു, നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി പോൾ, ഫേസ് പ്രസിഡന്റും റിട്ടയർഡ് തഹസീൽദാരുമായ PS ഭാനുകുമാർ, പൂർവ്വ അധ്യാപകനായ GK രാജശേഖരൻ, പ്രിൻസിപ്പാൾ ഗ്രേസിക്കുട്ടി പീറ്റർ, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.